അപ്പം നമുക്ക് കുഞ്ഞുസ്നേഹയുടെ കഥ കേൾക്കാം. പിന്നെ കുഞ്ഞുസ്നേഹ തറവാട്ടിൽ തന്നെയായി താമസം. അതിനൊരു കാരണമുണ്ട്. അച്ഛൻ്റെ അമ്മ ഒന്ന് വീണു. അപ്പോൾ അവിടെ ആളില്ലാത്തതുകൊണ്ട് അവിടെ സഹായത്തിന് നിൽക്കാൻ പോയി. രാത്രി 2 മണിയാകുമ്പോൾ വലിയമ്മ വിളിക്കും. എണീറ്റ് ഉണക്കക്കപ്പ പുഴുങ്ങണം. തലേദിവസം വാട്ടിയിട്ടിട്ടുണ്ടാവും. അത് തീ പിടിപ്പിച്ച് അരച്ചിടണം. കൊച്ചച്ചന്മാർ 2 പേരും റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്. അവർക്ക് കാപ്പിക്ക് കൊണ്ടുപോവാനാണ്. പുറത്ത് കൊച്ചുതിണ്ണയിലാണ് അരകല്ല്. അവിടെ കൊണ്ടുപോയി അരയ്ക്കണം. പിള്ളക്കല്ലൊന്നും കുഞ്ഞുസ്നേഹ എടുത്താൽ പൊങ്ങില്ല. എന്നാലും 2 കൈകൊണ്ടും എടുത്തു പൊന്തിച്ച് മഞ്ഞളൊക്കെ ചതച്ച് മണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പേടിച്ചരച്ചെടുത്ത് അകത്തേക്ക് ഒറ്റ ഓട്ടം കൊടുക്കും കുഞ്ഞുസ്നേഹ. ആ പറമ്പിൻ്റെ അങ്ങേയറ്റത്തൊരു വലിയ കുഴിയുണ്ടായിരുന്നു. അങ്ങോട്ടാരും പോകാറില്ല. അങ്ങോട്ടൊക്കെ നോക്കി പേടിച്ചാണ് അരയ്ക്കുന്നത്. തലേദിവസം കറിയൊക്കെ വലിയമ്മ പറഞ്ഞു തന്നതനുസരിച്ച് വച്ചതിരിപ്പുണ്ട്. കൊച്ചച്ചന്മാർക്ക് കപ്പ കൊടുത്തു വിട്ടിട്ട് പിന്നെയും സ്നേഹ പോയി വലിയമ്മയുടെ അടുത്ത് കിടന്നുറങ്ങും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇളയ കൊച്ചച്ചൻ കല്യാണം കഴിച്ചു. സ്കൂൾ തുറന്നപ്പോൾ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് കുഞ്ഞുസ്നേഹ പോയി. അപ്പോൾ അവിടെ ആ കുട്ടിയുണ്ടായിരുന്നു. അവൻ കുഞ്ഞുസ്നേഹയെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങി. അച്ഛൻ അവനോട് പറഞ്ഞു, മോൻ്റെ പെങ്ങളാണിത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ എടുത്തുകൊണ്ട് കുഞ്ഞുസ്നേഹ അവിടെയൊക്കെ നടന്നു. അപ്പിയൊന്നും കോരിച്ചില്ല എങ്കിലും കുഞ്ഞിനെ നോക്കുക എന്നത് കുഞ്ഞുസ്നേഹയുടെ ജോലിയായി. അച്ഛൻ കാണാതെ കൊച്ചമ്മ, അതായത് രണ്ടാനമ്മ, അവളെ നല്ല വഴക്ക് പറയുമായിരുന്നു. രാവിലെ കുഞ്ഞുസ്നേഹ ആ കുട്ടിയെ എടുത്ത് അടുത്തുള്ള കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോകും. 2 ഗോതമ്പ് ദോശ അവിടെ ഉണ്ടാകും എന്നും. അത് കഴിക്കാനാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. രണ്ടാനമ്മ രാവിലെ കുഞ്ഞുസ്നേഹയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. അച്ഛൻ രാവിലെ പാല് കറന്ന് കടയിൽ പോയാൽ പിന്നെ 10 മണി കഴിയുമ്പോഴാണ് വരുന്നത്. വന്നാലും കുഞ്ഞുസ്നേഹ എന്തെങ്കിലും കഴിച്ചോ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചു കേട്ടിട്ടില്ല. കുഞ്ഞുനാളിൽ കുഞ്ഞുസ്നേഹയോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ അച്ഛന് നഷ്ടപ്പെട്ടു. പിന്നെ കുഞ്ഞുസ്നേഹ എല്ലാവരുടെയും എന്താവശ്യത്തിനും വിളിച്ചാൽ എത്തുന്ന ഒരു വസ്തുവായി മാറി. കടയിൽ പോകാനും കുട്ടികളെ നോക്കാനും ഒക്കെ ഉള്ള ഒരാൾ മാത്രമായി കുഞ്ഞുസ്നേഹ. കുഞ്ഞുസ്നേഹയ്ക്ക് കടയിൽ പോകാൻ നല്ല പേടിയായിരുന്നു. 2 മല ഇറങ്ങി ഒരുപാട് ദൂരം നടന്നു പോകണം. പോകുന്ന വഴിക്ക് ഒരു ആനയേക്കാൾ വലിയ വലിപ്പത്തിലുള്ളൊരു കല്ലുണ്ടായിരുന്നു. ചാമുണ്ടിക്കല്ല് എന്നാണ് അതിന് പറയുന്നത്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയാണ് കുഞ്ഞുസ്നേഹ പോകുന്നത്. ഇനി അടുത്ത ദിവസം ബാക്കി പറയാവേ.